ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റയാൻ ഗെയിമിങ്സ്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് എന്ന് പറയാൻ പറ്റിയ ക്രാഫ്റ്റ് മാസ്റ്റർ ആയിട്ടാണ്. ഇത് ഞാൻ ഫസ്റ്റ് തന്നെ സ്പോണായത് എവിടെയെന്ന് വെച്ച ഒരു ഗുഹേൻ്റെ അകത്താണ്. അപ്പോൾ ഞാൻ കുറേ ഇതിനെ കൊന്നിട്ടാണ് ഇവിടെ എത്തിയത്. കുറേ നടന്നു, ഏത് ഗുഹയെന്ന് എനിക്കറിയാം. കുറേ നടന്നു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തുറന്നപ്പോൾ ഇത് എന്താണ് എൻ്റെ പേര്? ഒരു ഗുഹേൻ്റെ അകത്ത് അങ്ങനെ സ്പൂണായിരിക്കും. ഞാൻ പൊട്ടു കുറേ വട്ടം. അപ്പോൾ കൊന്നിട്ട് എനിക്ക് കിട്ടിയത് എന്താണെന്ന് അറിയില്ല, എന്തോ സാധനമാണ്. പിന്നെ അവിടെ നിന്ന് വീടെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വന്നു. ഇതിന് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ആരും സബ്സ്ക്രൈബ് ചെയ്യില്ല. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഭാഗ്യം ഗായ്സ്, ഇവിടെ തൊട്ടടുത്ത് വില്ലേജ് ഉണ്ട്. ഇത് കണ്ടില്ലല്ലോ, ഇത് കണ്ടേ ഇല്ല, ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഇപ്പോൾ അവിടെ നിന്ന് പൊട്ടി മുളച്ച്. ഭാഗ്യം. ഇതെന്താ സാധനം? കേവ് ആരെങ്കിലും സ്റ്റെപ്പ് ഉണ്ടാക്കി വെക്കുമോ? പോയി നോക്കാം. ഇപ്പം ചത്തേനെ ആരോ വന്ന മാരിയുണ്ട്. ഞാൻ വന്നല്ല, ഇതെൻ്റെ കേവാണ്. ഞാൻ കുറേ ദൂരം ടോർച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ആരോ വന്നിട്ടുണ്ട്, ആരോടും മീൻ ചെയ്തിട്ടുണ്ട്. ലൈറ്റൊക്കെ ഉണ്ടല്ലോ. ഇട്ടാൻ വേണമെങ്കിൽ തോന്നുന്നു. മാർക്കായിക്കോട്ടെ, അവിടെ നോക്കിയിട്ട് പോകാം. പേടിയാണ്. സൗണ്ടൊക്കെ ഇതല്ല, അത് ഫുള്ളായിട്ടില്ലല്ലോ, പകുതി ഇതായിട്ടുള്ളൂ. കാര്യം ചെയ്തേക്ക. അപ്പോൾ ഇവിടെ ആള് വന്നിട്ടുണ്ട്. ആരോ വന്നമാരുണ്ട്. ആരോ വന്നിക്കണം. ഹായ് കോള്. ചത്ത് ഓടിക്കോ. രാത്രി അവനെ വേഗം ഇരുട്ടെ ഓടിക്കോ. ബെഡുണ്ട. അങ്ങനെ ബെഡ് കിട്ടി. നമ്മൾ എടുത്തിട്ട് പെട്ട് കയ്യിലിരിക്കട്ടെ. എപ്പോഴാ? ഫുഡില്ല. അതുപോലെ ജസ്റ്റ് നമുക്ക് വെയ്ക്കോലും വെച്ചിട്ട് ബ്രെഡ് ഉണ്ടാക്കാൻ പറ്റും. ഇത് വെച്ചിട്ട് എന്തുണ്ടാക്കും? ഫുഡ് ഉണ്ടാക്കാൻ പറ്റൂലേ? വെയ്ക്കോല നമ്മൾ നേരെ എക്സ്പ്ലോറും ചെയ്തില്ല. ഇതിൽ കൂടിയാണ് കേട്ടോ. ആരാ മെയിൻ ഇത് പൊട്ടഞ്ഞാണ്. ദേവനാ, അയ്യോ, ഞാനിപ്പോൾ ചാവ് റീസ്പോൺസ് ചെയ്യണം. ചത്ത്. അയ്യോ, പെട്ട് ചത്തു. തുള്ളി ഹെൽത്ത് ഉള്ളൂ. നല്ല പേടിയുണ്ട്. വേഗം ഹെൽത്ത് കൂട്ടണം. ഇവിടെ ഒരു ചെസ്റ്റ് ഉള്ളൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ പെട്ടെന്ന് ഉണ്ടാക്കണം. ആ പശുവിനെ കൊന്ന് തിന്നാലോ. ഒരു ചെസ്റ്റില്ല. ഗായ്സ്, ഞാൻ ഒരു കോഴിനെ കണ്ടു. അടിപൊളിയൊരു കോഴിനെ കണ്ടു. കോഴി അവിടെത്തി. അതൊരു കോഴി. ഹലോ. കൊല്ല് വിശപ്പടക്കാൻ എന്താ? കുറേ കൊല്ലടാ.
അടുത്ത് പോയി. ഈ വയറ് നിറഞ്ഞില്ല. അടുത്ത പശു വേണ്ട. അതിന് ക്യാരറ്റ്. ഓക്കെ, വയറ് നിറഞ്ഞു. ഇപ്പം നമ്മുടെ ഹെൽത്ത് വരും. ഈ ബെല്ലി കൈ പിടിക്കാൻ പറ്റുമോ? ടോർച്ച് എടുത്ത് നമുക്ക് കൈ പിടിക്കാൻ പറ്റുമോ ഗൈസ്? പറ്റില്ലല്ലോ. അയ്യോ, ഇതിന് വയറ്റിൽ പോലെ കൊക്കപ്പ് കണ്ട. അവിടെ ആരോ വന്നിട്ടുണ്ട്. കണ്ടില്ല, ഓടി വന്നിട്ട് ഓടി വന്ന് കണ്ടു. ഇവിടെ ആരോ വന്നിട്ടുണ്ട്. സ്റ്റോൺ വെച്ചിട്ടൊക്കെ ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്ത് വെച്ചു. ഞാൻ പറഞ്ഞു അവിടെ ആരോ വന്നിട്ടുണ്ട്. ഓ, വിശക്കണേ, നല്ല വിശക്കണം. അറിയാം അവിടെ ആരോ വന്നിട്ടുണ്ട്. കണ്ടവിടെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ആരോ ഇവിടെ വന്നിട്ടുണ്ട്. അയ്യോ, നമ്മുടെ ബെഡോ. അയ്യോ, നമ്മുടെ ബെഡ് കാണാനല്ലോ. നമ്മളവിടെ കൊണ്ടുപോയി വെച്ച് ബെഡ്. ആരത്? ഇവിടെ കോണ്ടല്ലോ. ഇതാരൊക്കെ ശരിക്കും ഇവിടെ ആരൊക്കെ വന്നിട്ടുണ്ട്. ഇതാരതൊക്കെ തെറ്റി വെച്ചിട്ട് ഇരിക്കുന്നത്. ആരോ ഇതൊക്കെന്താ സാധനോ? ഇതെന്താ സാധനോ? അയ്യോ, കത്തിപ്പിടിച്ച് ചാടിക്കോ. കത്തിപ്പിടിച്ച് ഹെൽത്ത് കൂട്ടറ പെട്ടെന്ന്. ഓ, വിശക്കണവന്. എന്താണ് ഇത്? വയറ്റിൽ കൊക്കപ്പുഴുണ്ടാ? നമ്മൾ ഈ വഴി തന്നെ നമുക്ക് പോവാം. നമുക്ക് വില്ലേജ് നമുക്ക് ഇവിടെ സിറ്റിയിലായ പോലെ എന്തിനാ നമ്മൾ അങ്ങോട്ട് പോകണേ? അത് സാധനം കൊട്ടാരമാതിരി എന്തോ സാധനം. ഞാൻ ചിക്കൻ കോഴിക്കുട്ട. അയ്യോ, കൊല്ലി അടിക്ക്. ചത്ത്. അയ്യോ, പോയിസം പിടിച്ച്. പച്ചച്ചക്കൻ. പക്ഷെ നേരത്തെ പച്ചച്ചക്കൻ തിന്നിട്ടൊന്നുമില്ല. സാധനം കണ്ടു. എന്താ സാധനം കണ്ടു? അതെന്താ സാധനം? ഓടുന്നതിന് വിശപ്പ് നടത്താൻ പറ്റുന്നില്ല. ഇതെന്ത് സാധനം? സ്ലെയിം ബ്ലോക്ക്. സ്ലെയിം ബ്ലോക്ക് അല്ലേ? ഇവിടെ ഓർച്ച് വെച്ചിട്ടുണ്ടല്ലോ. ഇത് സ്ലെയിം ബ്ലോക്കാ അല്ലേ? സ്ലെയിം ബ്ലോക്ക് അല്ലേ? അതാ സ്ലെയിം ബ്ലോക്ക് ആണല്ലോ. എന്താ ചാടിക്കളിക്കാൻ പറ്റൂലേ? ടോർച്ച് ആവശ്യം വരും രാത്രി. ഇതാണ് ഞാൻ കണ്ടത്. അതവിടുന്ന് ഞാൻ സീര കണ്ടോ. ഇതാട്ടൂടാ വീട്. അതാ തോണിയുണ്ടല്ലോ. എന്തിനാ അവിടെ മാത്രം ടോർച്ചില്ല? ഇവിടുന്ന് ടീ പിടിക്കാൻ പറ്റുമോ? തോണിയുണ്ടല്ലോ. എൻ്റെ വീടാ. ഷെൽക്കർ എന്തെങ്കിലും ഉണ്ടാവണേ. രണ്ട് ഷെൽക്കറുള്ളൂ. നെതറേറ്റ് ആർമർ. എൻ്റെ അമ്മ.
പണ്ടത്തെ ഉണ്ടല്ലോ പൊണ്ണേ അടി അടി എന്താണ് അടിക്കടാ അടി അടിക്കാൻ പറ്റുന്നില്ല. അടിപൊളി ചെറുക്കൾ പൊട്ടിച്ചത് ഒക്കെ പൊട്ടുമോ അവിടെ ചെറുക്കൾ പൊട്ടിച്ച കയ്യിലോ ഇല്ലൊരു ആർമർ എടുത്തിടാം. ടോട്ട ഉണ്ടല്ലോ. ഇതെല്ലാ സാധനവും പാടി എടുക്കാം. മൊത്തം എത്ര ആറിൻ്റെ വീടാണ് കേട്ടോ. ആദ്യ എൻജാൻ്റെ കൂടെ ഞാൻ ഇപ്പോൾ 2 സ്റ്റാക്ക് അയച്ചിട്ടുള്ളൂ. 2 സ്റ്റാക്ക് ഗോൾഡൻ ക്യാരറ്റ്, ഗോൾഡൻ ആപ്പിൾ. നമ്മളവിടെ പച്ചച്ചിക്കൻ നിന്നുണ്ട്. ഗോൾഡൻ ആപ്പിൾ ഇതെന്താ സാധനം? ഇതെന്താ സാധനം അറിയില്ല. റോക്കറ്റ് അത് മറ്റേ പറക്കണ സാധനമല്ലേ? വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ചിക്കൻ, ചൂണ്ട, ഷീൽഡ്. അതിനുള്ള ഈ സാധനം മൊത്തം ഉണ്ടല്ലോ. മൊത്തം സ്റ്റാക്ക് ഉണ്ടല്ലോ. ഇതൊക്കെ ആരുടെ ആണാവോ? ഷീൽഡിടാം. ഷീൽഡിടാം ഗായ്സ്. നമുക്ക് ഷീൽഡിടാം. ഇങ്ങനത്തെ അത് അവിടെ നിന്നോട്ടെ. ഒന്നുമില്ല. ഷീൽഡിടാം ഫസ്റ്റ്. ഇത് ഹെൽറ്റഡ് കുപ്പായ ഇടാൻ പറ്റില്ലല്ലേ? ഓ ഇയാൾ സെറ്റാണോ? ഷീൽഡ് എൻ്റെ അമ്മ. അതിൻ്റെ അകത്ത് വെച്ചാൽ വേണ്ട സാധനങ്ങൾ കയ്യിലിരിക്കട്ടെ. വേണ്ട സാധനങ്ങളൊക്കെ ആ ടോട്ടന് കയ്യിലിരിക്കട്ടെ. അയ്യോ ഇതൊക്കെ സാധനമല്ല. ഇതെന്തിനാ അവരുടെ കളിക്കാൻ വേണ്ടിയിട്ട്? കൂടെ ഞാൻ എൻജാൻറ്റ്. ഓ എക്സ്ട്രാ ഹെൽത്ത് കൂടില്ലേ? പക്ഷെ ആരും ഉപയോഗിച്ചെന്നുണ്ടോ? എൻ്റെ മോനതെന്താ രാത്രി പരമാവധി വീട്ടിൻ്റെ അകത്തൊന്നും ഇതാക്കിയിട്ടില്ല. 2 മൂന്ന് ശർക്കര മൊത്തം ഉണ്ടല്ലോ ടോട്ടല്. ഇത് എൽട്രിയും റോക്കറ്റും ഇറങ്ങി. അതിൻ്റെ അകത്ത് പിന്നെ നമ്മൾ പേടിക്കണ്ട. ഇത് ഈ കത്ത് നീക്കറിയാം. ഇതിൻ്റെ അകത്ത് കൊള്ളാം. എന്താ കോളുണ്ട്. ഭക്ഷണങ്ങളൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഓൾറെഡി ഇഷ്ടംപോലെ ഭക്ഷണങ്ങളുണ്ട്. അത് വെച്ചാൽ തോന്നുന്നതെന്താ ഇത് 3 അതിന് ആ മറ്റേ ഷീൽഡല്ലേ ഇത് കത്തിക്കണ സാധനം. ഈ സാധനം ഇവിടെ നിന്നുണ്ടാ. പിന്നെന്താ അവിടെ പുറത്തുകൊണ്ട് ഇത് അമ്പും ബില്ലും. ഇതെന്താ ഇവിടെ കൊണ്ട് വെച്ചപ്പോൾ ക്രോസ് ബോയ്ക്കാ നമ്മൾ കട്ടയെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എൻ്റെ വീണ പൊളി വീട്. എൻ്റെ അടിയാ ഇത് വായിക്കണം മുറിയാൻ തോന്നുന്നു. റീഡിങ് ഇതെന്താ സാധനവും നമ്മുടെ സ്റ്റോറേജ് ഇങ്ങനെ. ഇത് വെപ്പൺസ് ഉറപ്പിച്ച് എൻ്റെ മോന് എക്സ്ട്രാ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. താരൻ്റെയാണ് അറിയാത്തതുണ്ട്. ലെതർ ആർമർ, അയൺ ആർമർ, ഗോൾഡൻ. അടിപൊളി. ഇതിപ്പോൾ എന്താ സാധനമോ? റൂഫ് ടോപ്പാ. ബാൽക്കണി. അവിടെ ആരോ TNT വെച്ചാൽ ആ ചോപ്പ് കളർ എന്താ? TNT ആണെന്ന് തോന്നുന്നു. ഓ ഇത് അടിപൊളി വീടാണ് കേട്ടോ. നല്ല ഇഷ്ടം. അടിപൊളി ഹൗസ്. തുറക്ക ഇതെന്തേ മേലെ കയറി പോവാ. പൊട്ടിക്കണ്ട പൊട്ടിച്ചായിട്ട്
അതാ എൻ്റെ ഹെൽത്ത് പോയി. ഓ കയറി 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 കയറി. ഇത് മേലെയാണല്ലോ. എന്താ മെല്ലെ മെല്ലെ. ഓ ഇതിൽ കൂടെയും കയറാൻ പറ്റും. ഇതെന്താ നമുക്ക് സ്വിമ്മിംഗ് പൂൾക്ക് ഡൈവ് പിടിക്കാം. അടിപൊളി സെറ്റ് ഹൗസ് പറഞ്ഞാൽ സെറ്റ് ഹൗസ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇത് മൈൻക്രാഫ്റ്റ് പാർട്ട് 1 ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ എപ്പിസോഡായിട്ട് വീണ്ടും വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും നാളെ വീണ്ടും വരാം. ബൈ.